ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വജ്ജി മുളക് കണ്ടോ? നമുക്ക് വജ്ജി ഉണ്ടാക്കാം, മുളക് വജ്ജി കേട്ടോ. അപ്പം 2-3 ഉള്ളൂ, എവിടെയും കിട്ടണില്ല. ഞാനിപ്പോൾ 2-3 കണ്ടപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമുക്കിത് മുളക് വജ്ജി ഉണ്ടാക്കാം. ആദ്യം നമുക്കിതൊന്ന് പൊളന്നെടുക്കാം കേട്ടോ. എവിടെയും കിട്ടിയില്ല. ഞാൻ ഒത്തിരി സ്ഥലത്ത് ഞാൻ നടന്നു കേട്ടോ, ഇത് അന്വേഷിച്ച്. എനിക്ക് എവിടെയും കിട്ടിയില്ല. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ അടുക്കള നാര് എടുത്ത് കളയണം. ഇതിങ്ങനെ പൊളന്ന് വയ്ക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഇത് പൊളന്നൊക്കെ എടുക്കണേ. എല്ലാം പൊളന്ന് വെച്ചിട്ടുണ്ട്. ഒരു മുളക് എടുത്തിട്ട് 2 എടുക്കണം കേട്ടോ. നമ്മളെല്ലാം പൊളന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മാവ് റെഡിയാക്കാം. ഇത് മാറ്റി വെച്ചിട്ട് മാവ് റെഡിയാക്കാം കേട്ടോ. അതിന് ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ. അതിൻ്റെ കൂടെ കുറച്ച് മൈദയും കൂടി ചേർക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇത്തിരി കൂടുതൽ വേണം, എരിവ് വേണ്ടേ, വജ്ജിയല്ലേ. ഇനി വേണ്ടത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ പൊടിയാണ് ഉള്ളത്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി കൊടുക്കാം. ഇനി വെയിറ്റ് ചെയ്യാം, കലക്കി എടുത്തോട്ടെ. ഇപ്പം എല്ലാം കലക്കിയിട്ടുണ്ട്. മുളക് പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കലക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നേരത്തെ വറുത്ത എണ്ണയാണത്. നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം, എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നെ
ബജ്ജി എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബജ്ജി, മുളക് ബജ്ജി. കടയിൽ ചെന്നാൽ സ്വാമിയുടെ കടയുണ്ട് പേട്ടയിൽ. അപ്പോൾ സ്വാമിയുടെ കടയിൽ ചെന്നാൽ മുളക് ബജ്ജിയാണ് ചിലവ്. എന്നാ ചിലവാകുമ്പോൾ സ്വാമിയുടെ കടയിലൊന്നും അറിയാവും, ഭയങ്കര ചിലവാണ്. അപ്പം ഈ മുളക് അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ ദിവസമായി ഈ മുളക് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പം ഇന്നലെ എനിക്ക് കിട്ടിയതാണ്. അപ്പം ഞാനന്ന് വെള്ള മുളക് കൊണ്ട് എനിക്ക് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. മൊരിയ നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അടുത്തതിന് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 3 എണ്ണം ഉള്ളൂ. ഇനി വളരെ കുറച്ച് സാധനമാണ് കിട്ടിയത്. അതാണ് ഫ്രഷ് സാധനവും അല്ല, ഇത്തിരി വാടിയതാണ്. ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ല സ്റ്റഡിയാക്കി എടുത്തതാണ് ഈ മുളക്. ഒന്നായിക്കോട്ടെ കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മൊരിഞ്ഞോട്ടെ കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഒരു വശം വെന്തിട്ടുണ്ടാവും, ഇനി ഒരു വശവും കൂടി വേകാനുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് കോരി കൊടുക്കാം. സ്റ്റവ് ഓഫാക്കട്ടെ. നമ്മുടെ മുളക് ബജ്ജി കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഇത്തിരി തക്കാളി വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയാൽ ജോറാണ്, സൂപ്പർ. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ചായക്ക് ഇത് കൂട്ടി ചായ കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.